I am your favorite guy, video blogger. Today, മലയാളത്തിൽ പറഞ്ഞാൽ പോരെ, സോറി, ഇച്ചിരി എടുത്തുകൊണ്ടൊക്കെ പ്രശ്നമുണ്ട്. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സിയും മത്സരത്തിൽ നേരിടുമ്പോൾ അതിൻ്റെ ലൈനപ്പ് എന്താണെന്ന് നമ്മൾ നോക്കുകയാണ്. സോ കേരള ബ്ലാസ്റ്റേഴ്സ് റിയലി സ്ട്രോങ് ക്ലബ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൈനപ്പിൽ ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ സൗണ്ട് പ്രശ്നമുണ്ട്, സോറി. ഗോൾ കീപ്പറായിട്ട് വരുന്നത് ലാറയാണ്. കാരണം എനിക്ക് സച്ചിൻ കരഞ്ജിത്താണെന്ന് തോന്നുന്നത്. കാരണം കരഞ്ജിത്ത് എക്സ്പീരിയൻസ് ആണ്. കാരണം ഇതുപോലത്തെ മത്സരങ്ങളിൽ നമുക്ക് എക്സ്പീരിയൻസ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ദാൻ ടാലൻറ്റ്. അതുകൊണ്ട് ഐ എം നോട്ട് ഷുവർ അബൌട്ട് ലാറ ആൻഡ് കരഞ്ജിത്ത്, ബട്ട് ഐ ചൂസ് ലാറ ഓവർ കരഞ്ജിത്ത്. കാരണം ലാറയുടെ കഴിഞ്ഞ 2 മത്സരങ്ങൾ ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. സോ ലാറ ഗോൾ കീപ്പർ. സെൻറ്റർ ബാക്ക് ഞാൻ പോകുന്നത് മിലോസ് ഡ്രിഞ്ചിച്ച് തന്നെയാണ്. വേറെ ആരും നമുക്കിപ്പോൾ വെക്കാൻ കഴിയില്ല, കാരണം അത് അങ്ങനത്തെ പ്രശ്നമാണ് നമുക്കിപ്പോൾ. ലെഫ്റ്റ് ബാക്കായിട്ട് ഞാൻ പറയുന്നത് സന്ദീപിനെയാണ്. സന്ദീപ് അവിടെ ഓക്കെയാണ്. റൈറ്റ് ബാക്ക് നമുക്കൊരു വലിയ നോ പ്രോബ്ലം, പ്രശ്നമൊന്നുമില്ല. നമ്മുടെ റൈറ്റ് ബാക്കായിട്ട് വരുന്നത് എൻ്റെ ഒരു റൈറ്റ് ബാക്ക് എന്ന് വെച്ചാൽ നമ്മുടെ റൈറ്റ് ബാക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഹോർമിപ്പാമാണ്. കാരണം ഹോർമിപ്പ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാച്ചസിൽ. പിന്നെ സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് വെച്ചാൽ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ, നമ്മൾ 4-2 ആയിരിക്കും കളിക്കുന്നത്. സോ ഡിഫെൻസീവ് മിഡ്ഫീൽഡേഴ്സ് എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുന്ന ഡിഫെൻസീവ് മിഡ്ഫീൽഡേഴ്സ് എന്ന് പറഞ്ഞാൽ വിപിനും ജീത്തിനും അവരുടെ പെർഫെക്റ്റാണ്. പക്ഷേ ദാനിഷ് ഇവിടെ ഉണ്ട്. അപ്പോൾ ദാനിഷ് എടുക്കണോ ഇല്ലയോ എന്നുള്ളത് കോച്ചിൻ്റെ ഡിസിഷനാണ്. അത് നമുക്ക് കൺഫേം അല്ല. കുറച്ച് പൊസിഷൻസ് കൺഫേം അല്ല.